ഇനി നമുക്ക് ഫോർത്ത് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാം. ഫോർത്ത് മൊഡ്യൂൾ നോക്കാം. ചെറിയൊരു മൊഡ്യൂളാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട്ലൈൻ ടു കീ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിഫൈൻ അർബൻ ലൈഫ്. അർബൻ ലൈഫിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് സവിശേഷതകൾ പറയാം. ഒന്ന്, അഗ്രികൾച്ചർ സെക്ടർ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ അത് ഹൈ സ്പെഷ്യലൈസേഷൻ, അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ഉണ്ടാവുക, നഗരത്തിലുണ്ടാവുക. വേജ് എക്കണോമി ഉണ്ടാവുക. ഇതൊക്കെ എന്താണ് നഗരത്തിലെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് വിശദീകരിക്കുന്നില്ല. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ജുവനൈൽ ഡിലിങ്ക്വൻസി ഇൻ ആൻ അർബൺ കണ്ടെക്സ്റ്റ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജുവനൈൽ ഡിലിങ്ക്വൻസി. ജുവനൈൽ ഡിലിങ്ക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇത് ക്രിമിനൽ ആൻഡ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് കമ്മിറ്റഡ് ബൈ മൈനേഴ്സ്. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനെയാണ് എന്താ പറയുക, ജുവനൈൽ ഡിലിക്വൻസി എന്ന് പറയാം. ചിൽഡ്രൻസും അഡോളസൻസും അതിൽ വരുന്നതാണ്. അപ്പോൾ ഇത് നഗരത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ജുവനൈൽ ഡിലിക്വൻസി വരുന്നു, കുട്ടി കുറ്റവാളികൾ എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. ഇത് എന്താണ്, ക്രിമിനൽ ആക്ടിവിറ്റീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇതിന് കാരണം പോവർട്ടി ഉണ്ട്. അവങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പോവർട്ടി കാരണം സ്ലം ഏരിയ ഡെവലപ്പ് ചെയ്തു. അതുപോലെ പാരൻ്റൽ കെയർ, മക്കളെ മര്യാദക്ക് മക്കളെ മാതാപിതാക്കളെ നോക്കാത്തത്, സാമൂഹികമായിട്ടുള്ളൊരു നിയന്ത്രണം നഗരങ്ങളിൽ കുറവായിരിക്കും. പിയർ ഗ്രൂപ്പ്, ഗ്യാങ് സുഹൃത്ത് ബന്ധങ്ങൾ, പിന്നെ എക്സ്പോഷർ ടു ക്രൈം, പലതരത്തിലുള്ള ക്രൈമുകൾ, ഡ്രഗ് അബ്യൂസ്, ലഹരി ഉപയോഗം, വയലൻ്റ് ബിഹേവിയർ, പിന്നെ അതുപോലെ ഇതൊക്കെ എന്ത് ചെയ്യുന്ന കാരണമാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. വിഷയമല്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 3 സ്പെസിഫിക് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് കോസ്ഡ് ബൈ അർബൺ പൊല്യൂഷൻ. പൊല്യൂഷൻ കാരണം നഗരത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അത് നിങ്ങൾക്ക് എഴുതുന്ന കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒന്ന് എയർ പൊല്യൂഷനാണ്, വായുമലിനീകരണം. വായുമലിനീകരണം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി. പിന്നെ രണ്ടാമത്തെ വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. ജലമലിനീകരണം എങ്ങനെ ഉണ്ടാവുന്നു എഴുതിയാൽ മതി. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ക്രൈസിസ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുറേ മാലിന്യങ്ങൾ നഗരത്തിലുണ്ടാവും. ഈ മാലിന്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് റിലീജിയൻ മാനിഫെസ്റ്റ് ഡിഫറെൻ്റ്ലി ഇൻ റൂറൽ സെറ്റിംഗ് കമ്പയർ ടു അർബൺ സെറ്റിംഗ്. റിലീജിയൻ റൂറൽ ഏരിയയിൽ എങ്ങനെയാണ്, അർബൺ ഏരിയയിൽ എങ്ങനെയാണ്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അർബൺ ഏരിയ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, കൂടുതൽ എഴുതുന്നില്ല. എന്താണ്, അർബൺ ഏരിയയിൽ ഇൻഡിവിജ്വലിസ്റ്റിക് വിശ്വാസങ്ങളായിരിക്കും ഉണ്ടാവുക. റൂറൽ ഏരിയയിൽ ഗ്രൂപ്പിനായിരിക്കും, നിർബന്ധമായിരിക്കും. അർബൺ ഏരിയയിൽ എന്താണ്, ഫോഴ്സ്ഫുൾ ഒന്നുമല്ല. പിന്നെ അർബൺ ഏരിയേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, റിലീജിയനിൽ അർബൺ ഏരിയയിൽ എന്തുണ്ടാവും, കുറേ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ്, ഹെട്രോജിനിറ്റി ഉണ്ടാവും. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും, അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ റൂറൽ ഏരിയയിൽ ഒരേ വിഭാഗത്തിൽ ഒറ്റ റിലീജിയനിലെ ആൾക്കാരാണ് ഉണ്ടാവുക. അപ്പോൾ എന്തുണ്ടാവും, ലോവർ ആൻഡ് ഹോമോജീനിയസ് ടോളറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റുള്ള ആൾക്കാരെ നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം അനുസരിച്ച് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ. സ്റ്റേറ്റ് ദ പ്രൈമറി പർപ്പസ് ഓഫ് അർബൻ പ്ലാനിങ് ഇൻ ഡെവലപ്പിംഗ് കൺട്രി ലൈക്സ് ഇന്ത്യ. ഇന്ത്യ പോലെ ഒരു വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ അർബൻ പ്ലാനിങ്ങിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ് എന്താണ്? ഒന്ന്, അർബൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അർബൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അർബൻ പ്ലാനിങ്ങിൻ്റെ ഒരു ജനങ്ങളുടെ എന്ത് ചെയ്യാം, ഗ്രോത്ത്, എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അർബൻ പ്ലാനിങ് നമ്മൾ ചെയ്യുന്നത്. ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു, ഒരു ഓർഡർലി ഗ്രോത്ത് ഉണ്ടാവും. ഓർഡർലി ഗ്രോത്ത്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. നഗരത്തിൽ എന്ത് ചെയ്യും, ഇപ്പോൾ നമുക്കറിയാം, ഒരു പ്രോപ്പറായിട്ടുള്ള ഹൗസിംഗ് ഫെസിലിറ്റി, വാട്ടർ ഫെസിലിറ്റീസ്, സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഇതൊക്കെ ഒരു ഓർഡറായിട്ട് ഉണ്ടാവാൻ അർബൻ പ്ലാനിങ് ആവശ്യമാണ്. റൂറൽ പ്ലാനിങ്ങിന് ആവശ്യമില്ല. കാരണം റൂറൽ പ്രത്യേകം ധാരാളം പ്രദേശം ഉണ്ടാവും ഗ്രാമീണ മേഖലയിൽ. പക്ഷെ നഗരം ഒരു സ്പെസിഫൈഡ് ഏരിയ ആണ് ഉണ്ടാവുക. ഈ സ്പെസിഫൈഡ് ഏരിയയിൽ എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിക്കണമെങ്കിൽ എന്ത് വേണം, വ്യക്തമായ പ്ലാനിങ് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ സ്പെസിഫിക് ഏരിയയിൽ എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്ത്, അർബൻ പ്ലാനിങ് ആവശ്യമാണെന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം. പിന്നെ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്.
എല്ലാവർക്കും ഈക്വലായിട്ട് എന്ത് ചെയ്യണം, അവിടെ കുറേ നഗരത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ട് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം. റിസോഴ്സസ് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം. ഇതൊക്കെ എന്താണ് ഇതിൽ വരുന്ന ടോപ്പിക്കുകളാണ്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രൈബ് ദ കോമൺ ചാലഞ്ചസ് റിലേറ്റഡ് ടു ഹൗസിംഗ് ആൻഡ് സ്ലംസ് ഇൻ മേജർ അർബൻ സിറ്റീസ്. നഗരത്തിൽ താമസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഗ്രാമത്തിൽ ഹൗസിംഗ് ഷോർട്ടേജ് ഉണ്ടാവും. കാരണം എന്താ, അവിടെ ലാക്ക് ഓഫ് എന്താണ് സ്ഥലം ഉണ്ടാവില്ല, സ്ഥല ദൗർലഭ്യം ഉണ്ടാവും. പ്ലേസ് താമസിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കുറവായിരിക്കും. ഉള്ളത് തന്നെ എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ, എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, സ്ലം ഏരിയ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ആൾക്കാർ സ്ലം ഏരിയയിലേക്ക് വൃത്തിഹീനമായ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും, താമസിക്കാൻ നിർബന്ധിതരാകും. പിന്നെ അതിന് കാരണം പിന്നെ എന്താണ്, ഓവർ ക്രൗഡിങ് ഉണ്ടാവും. ഓവർ ക്രൗഡിങ്, ആൾക്കാരുടെ എണ്ണം കൂടും. കുറച്ച് പ്രദേശത്ത് തന്നെ കുറേ ആൾക്കാരെന്തുണ്ടാവും, തിങ്ങി താമസിക്കുകയും ഓവർ ക്രൗഡിങ് ഒക്കെ നഗരത്തിലുണ്ടാവും. ഒക്കെ നിങ്ങൾക്ക് ആണ് വാരി വലിച്ച് എഴുതാവുന്നേ ഉള്ളൂ. പിന്നെ ലാക്ക് ഓഫ് സർവീസസ്, കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് വെള്ളം, ബാത്റൂം, ഫെസിലിറ്റീസ്, വേസ്റ്റ് ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ലം ഏരിയക്കൊന്നും ഉണ്ടാവില്ല, കൃത്യമായിട്ടുള്ള പേപ്പറുകളോ ആധാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്രോപ്പർ സെക്യൂരിറ്റി, ഇവർക്ക് ഇവരുടേതായ സ്ഥലം ശരിക്കും ഇവരെ സ്വന്തമാവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കൃത്യമായിട്ടുള്ള പേപ്പറുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ. കുറേ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ റോഡ്, ഇലക്ട്രിസിറ്റി സപ്ലൈ ഇതൊക്കെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ റോഡ്, സീവേജ്, ഐക്യജാല സംവിധാനം ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് സ്ലം ഏരിയയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് പോകാനുള്ളത്, അടുത്ത ടോപ്പിക്ക് പോകാനുള്ളത്, എക്സ്പ്ലെയിൻ ഹൗ ദ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക്സ് ഓഫ് അർബൻ ഫാമിലി ടിപ്പിക്കലി ഡിഫറെൻറ്റ് ഫ്രം ട്രഡീഷണൽ റൂറൽ ഫാമിലി. ഒരു ടിപ്പിക്കൽ അർബൻ ഫാമിലിയും ടിപ്പിക്കൽ റൂറൽ ഫാമിലിയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഗ്രാമത്തിൽ ന്യൂക്ലിയർ ഫാമിലി ആയിക്കാരം, അർബണിൽ എക്സ്റ്റെൻഡ് ഫാമിലി ആയിക്കാരം. അർബൺ ഏരിയ ആദ്യം പറയാം, സ്മാളർ ഫാമിലി ആയിക്കാരം, എന്താ പറയുക, അർബൺ ഏരിയയിൽ ഫാമിലി മെമ്പർ എണ്ണം കുറവേക്കാരം. ഗ്രാമത്തിലോ ഫാമിലി മെമ്പർ എണ്ണം കൂടുതലേക്കാരം. പിന്നെ അതുപോലെ തന്നെ ഗ്രാമത്തിൽ പുരുഷ മേധാവിത്വം ഉണ്ടാവുക, ട്രഡീഷണൽ അതോറിറ്റി ഉണ്ടാവുക. എന്നാൽ ഗ്രാമത്തിൽ ഇക്വാലിറ്റി ഉണ്ടായിരിക്കും. നഗരത്തിൽ എന്താണ്, നഗരത്തിൽ ബന്ധങ്ങൾ വീക്ക് ആയിക്കാരം, ഗ്രാമത്തിൽ ബന്ധങ്ങൾ സ്ട്രോങ് ആയിക്കാരം. നഗരത്തിൽ സ്ത്രീകൾക്ക് ഹൈ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും, ഗ്രാമത്തിൽ സ്ത്രീകൾക്ക് സബോർഡിനേറ്റ് സ്റ്റാറ്റസ് ഉണ്ടാവുക. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഡിസ്കസ് ദ മെയിൻ കോസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് അർബൺ പോവർട്ടി. ഇത് നിങ്ങൾക്ക് വാരി വലിച്ച് എഴുതാവുന്ന ഒരു ടോപ്പിക്കാണ്. എന്തുകൊണ്ടാണ് നഗരത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുന്നത്? ഒന്നാമത്തെ കാരണം മൈഗ്രേഷനാണ്. ദാരിദ്ര്യം, പോവർട്ടിക്ക് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന് മൈഗ്രേഷൻ കാരണം എന്തുണ്ടാവും, കുറേ ആൾക്കാർ ഒരു പ്രദേശത്തേക്ക് കുന്നുകൂടും. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവില്ല, അടിസ്ഥാന സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് കാര്യം, മലിനീകരണം വർദ്ധിക്കും, ജോലി ഉണ്ടാവില്ല. ഇതൊക്കെ എന്തിനു കാരണമാവും, മൈഗ്രേഷൻ, ദാരിദ്ര്യം ഉണ്ടാവാൻ കാരണം. അപ്പോൾ കുറേ ആൾക്കാർ വരുമ്പോൾ എന്ത് ചെയ്യും, കുറഞ്ഞ വേജസ് വരും, ഇൻഫോർമൽ സെക്ടർ വരും. ഇൻഫോർമൽ സെക്ടറിൽ അതായത് ഒരു തൊഴിലാളികൾ, കൃത്യമായിട്ടുള്ള ശമ്പളം കിട്ടാത്ത, കുറഞ്ഞ ചിലവിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ വർദ്ധിക്കും. പിന്നെ അതുപോലെ ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത വർക്കേഴ്സ്, ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയുമ്പോൾ പുറത്തുനിന്നൊക്കെ വരുന്ന ബംഗാളികളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുമല്ലോ. ഓല പ്രത്യേകത എന്ന് വെച്ചാൽ ഓൽക്ക് സ്കിൽഡ് എഡ്യൂക്കേഷൻ കുറവായിരിക്കും, സ്പെസിഫിക് സ്കില്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓരെന്ത് ചെയ്യും, ലോ പേയിങ് ജോലികളാണ് എന്ത് ചെയ്യുക, ഇവർ ജോലി ചെയ്യാം. ഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യണമെങ്കിൽ നല്ല ക്വാളിഫിക്കേഷനുള്ള, ഹൈ പേയിങ് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഹൈ എഡ്യൂക്കേഷനുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ജോലി കിട്ടുള്ളൂ. അപ്പോൾ ലോ പേയിങ് ജോലി ചെയ്യേണ്ടി വരും. അത് എന്തിന് കാരണമാവും, അർബൺ പോവർട്ടിക്ക് കാരണമാവും. പിന്നെ നഗരം എന്ത് ചെയ്യും, സ്ലം ഏരിയ ഡെവലപ്പ് ചെയ്യാൻ കാരണമാവും. ഹെൽത്ത് ക്രൈസിസ് ഉണ്ടാവും, പലതരത്തിലുള്ള ഈ സ്ലം ഏരിയയുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്താണ് ഹെൽത്ത് ഇഷ്യൂസ്, പിന്നെ പൊല്യൂഷൻ, പിന്നെന്താണ് പോപ്പുലേഷൻ,
ക്രൈം, പിന്നെ എന്തൊക്കെയാണ് വരുന്നത്, പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, പിന്നെ നമ്മൾ നേരത്തെ പറയാം ജുവനൈൽ ഡിലിങ്ക്വൻസി, പിന്നെ അതുപോലെ ഇനീക്വാലിറ്റി. കുറേ കാര്യങ്ങൾ ഈ സ്ലമ്മുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ക്രൈം ഇവിടെ എഴുതിയില്ലേ, ക്രൈം, ഇതൊക്കെ എന്തിന് കാരണമാവും? പോവർട്ടിക്ക് കാരണമാവും. ഇതാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അനലൈസ് ദ മേജർ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് അർബൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ സിറ്റി ലൈഫ്. അർബൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം, നഗരത്തിലെ ഗതാഗതത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് എഴുതാൻ പറ്റിയ ടോപ്പിക്കാണ്. ഒന്ന് ട്രാഫിക് കൺജൻഷൻ. കൺജൻഷൻ എന്ന് പറഞ്ഞാൽ ട്രാഫിക്, ഭയങ്കര ട്രാഫിക് കയറും. ഇപ്പം നഗരത്തിൽ എന്തുണ്ടാവും? ട്രാഫിക് കൂടുതലായിരിക്കും. കാരണം എന്താണ്? വാഹനങ്ങൾ കൂടുതലായിരിക്കും, പ്രൈവറ്റ് വണ്ടികളും ഗവൺമെൻറ് വണ്ടികളും ഉണ്ടാവും, ട്രാഫിക് ജാം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ട്രാവലിംഗ് ഫെസിലിറ്റീസ്, പബ്ലിക് ട്രാൻസ്പോർട്ട് കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കുറേ ആൾക്കാരുണ്ടാവും, അതിനനുസരിച്ചുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഓവർ ക്രൗഡ് ഉണ്ടായിരിക്കും, തിരക്കുണ്ടായിരിക്കും, ട്രാഫിക് ജാം ഉണ്ടായിരിക്കും. പിന്നെ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, കുറേ വാഹനങ്ങൾ മൂവ് ചെയ്യുന്നതോടെ ഉണ്ടാവും, പൊല്യൂഷൻ ഉണ്ടാവും. പഴയ നോയ്സ് പൊല്യൂഷൻ, എന്തൊക്കെയാണ് പൊല്യൂഷൻ ഉണ്ടാവും? എയർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, അങ്ങനെ കുറേ തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാവും. പിന്നെ ഇനിക്വിറ്റബിൾ ആക്സസിബിലിറ്റീസ്, ചില സാധനം എക്സ്പെൻസീവ് ആയിക്കാരം, ചില വാഹനങ്ങൾ എക്സ്പെൻസീവ് ആയിക്കാരം, അതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അർബൻ ട്രാൻസ്പോർട്ടേഷനിലുള്ള ഫെസിലിറ്റീസും അതിൻ്റെ ഗുണങ്ങളും ദോഷം, പ്രോബ്ലംസാണ് ഇവിടെ ചോദിച്ചേട്ടോ, പ്രോബ്ലംസാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വാട്ട് ആർ ദ മോസ്റ്റ് കോമൺ പ്രോബ്ലം എൻകൗണ്ടേർഡ് ഡ്യൂറിങ് ദ അർബൻ പ്ലാനിങ് പ്രോസസ് ഇൻ ഇന്ത്യ? ഈ അർബൻ പ്ലാനിങ്ങിൻ്റെ സമയത്ത് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ് തന്നെയാണ്. ഒന്നാമത്തെ ലാക്ക് ഓഫ് കോർഡിനേഷൻ. കുറേ ആൾക്കാർ, ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ പല ബ്രാഞ്ചസ് ഉണ്ട്. ഹൗസിംഗ് ബോർഡ്, വാട്ടർ ബോർഡ്, ട്രാൻസ്പോർട്ട് അതോറിറ്റി, പല തരത്തിലുള്ള അതോറിറ്റികളും ബോർഡുകളും ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ വ്യത്യസ്ത ഗ്രൂപ്പുകളാണ്. പ്രോപ്പർ കോർഡിനേഷൻ ഇവർ തമ്മിൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാവില്ല, അർബൻ പ്ലാനിങ് പ്രോപ്പർ ആവില്ല. കാരണം നഗരത്തിലെ എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഡെവലപ്മെൻ്റ് അല്ലേ വരേണ്ടത്. അങ്ങനെ വരുന്ന പ്ലാനിങ്ങിന് എന്ത് ചെയ്യണം? എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടണം. പിന്നെ ഫോക്കസ് ഓൺ എലൈറ്റ് ഏരിയാസ്. ഇപ്പോൾ നഗരങ്ങളിലെ ചില ഏരിയയിൽ വലിയ മുതലാളിമാർ താമസിക്കുന്ന കുറേ പ്രദേശങ്ങളുണ്ടാവും. അവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ ലാൻഡ് അക്വിസിഷൻ. ഈ പ്രദേശങ്ങളിലൊക്കെ ലാൻഡിന് ഭയങ്കര ചിലവ് കൂടുതലായിരിക്കും. അപ്പോൾ പുതിയ പ്രദേശങ്ങൾ, ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് റോഡ്, റെയിൽവേ, പാലങ്ങൾ, കോംപ്ലക്സുകൾ, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലം എടുക്കാൻ ഭയങ്കര ചിലവ് വരും. പിന്നെ ഫണ്ടിങ്, ഇൻഅഡിക്വേറ്റ് ഫണ്ടിങ്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തത്, ഇതൊക്കെ എന്തിന്? അതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഇല്ലാത്തത്, ഇങ്ങനെ ഒക്കെ ഇതൊക്കെ എന്തിന് കാരണമാവും? ഗവൺമെൻറ് നേരിടുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യനാണ്. 4ാമത്തെ യൂണിറ്റിലെ എസ്സേ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എക്സാമിൻ ദ മേജർ സോഷ്യൽ പ്രോബ്ലംസ് പ്ലഞ്ചേർഡ് അണ്ടർ അർബൺ ഏരിയാസ് ഫോക്കസിങ് ഓൺ ക്രൈം, പോവർട്ടി ആൻഡ് പൊല്യൂഷൻ. അതവിടെ ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ ഇവിടെ ഇട്ടത്. ഇതൊക്കെയാണ് ഇതിൽ ചോദിക്കുക. നഗരത്തിലുള്ള മേജർ പ്രോബ്ലംസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഒന്നാമത്തെ ക്രൈം, അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഹൈ റേറ്റ് ഓഫ് ക്രൈം, ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ വരുന്നതാണ്. അത് നിങ്ങൾ എഴുതിയാൽ മതി. പോവർട്ടി പറഞ്ഞാൽ ദാരിദ്ര്യം, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. പിന്നെ പൊല്യൂഷനൊക്കെ പലതരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാണ്. പിന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യനാണ്, 12ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ റെലവൻസ് ഓഫ് സോഷ്യോളജി ഇൻ ടൗൺ പ്ലാനിങ്. എക്സ്പ്ലെയിൻ why sociological insights are crucial for creating sustainable and equitable cities. ഒരു പ്രദേശത്ത് പ്ലാനിങ് ആവശ്യമാണല്ലോ അല്ലേ? ഒരു നഗര വികസനത്തിന് പ്ലാനിങ് ആവശ്യമാണ്. അപ്പോൾ അവിടെ സോഷ്യോളജിൻ്റെ പ്രാധാന്യം എന്താണ്? എന്തിനാണ് ഈ സോഷ്യോളജി? നഗര വികസനത്തിന് എന്തിനാണ് സോഷ്യോളജി ഓഫ് ടൗൺ പ്ലാനിങ്?
സോഷ്യോളജി എന്തിനാണ് സോഷ്യോളജി? വൈ സോഷ്യോളജി ഇസ് ക്രൂഷ്യൽ? ഒന്നാമത് സോഷ്യൽ നീഡ്സ് ആവശ്യം, സമൂഹത്തിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സോഷ്യോളജി ആവശ്യമാണ്. ഓരോ പ്രദേശത്തും ഓരോ ആവശ്യങ്ങളായിരിക്കും അല്ലേ. ഇപ്പം നീഡ്സ് വ്യത്യസ്ത നീഡ്സാണ്. ചില ആൾക്കാർക്ക് വാട്ടർ ആയിരിക്കും ആവശ്യം, ചില ആൾക്കാർക്ക് എഡ്യൂക്കേഷനേക്കാൾ ആവശ്യം, ചില ആൾക്കാർക്ക് ഇക്വാലിറ്റി ആവശ്യം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആവശ്യമായിരിക്കും. ഈ ആവശ്യങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? സാമൂഹ്യ പഠനം ആവശ്യമാണ്. സാമൂഹ്യ പഠനത്തിന് സോഷ്യോളജി ഉപയോഗിക്കുന്നു. പിന്നെ സോഷ്യോളജി എന്ത് ചെയ്യും? ഇമ്പാക്റ്റ് അസസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇമ്പാക്റ്റ്, ഒരു സാധനം ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും, അതിൻ്റെ നെറ്റ്വർക്കിംഗ്, അതുമായി ബന്ധപ്പെട്ട് ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ഡാം ഉണ്ടാക്കി, ഡാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് പഠിക്കും, ഇമ്പാക്റ്റ് പഠിക്കും. അത് കാരണമുള്ള എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് വരും. അപ്പോൾ എന്താണ്, ഡാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രധാനമായിട്ട് ഇപ്പോൾ 2 മലൻ്റെ ഇടയിലല്ലേ ഡാം ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡാം കൊണ്ടുവന്നു, ഇവിടെ വെള്ളം കെട്ടി നിൽക്കുക. അപ്പോൾ ഈ പ്രദേശത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഇവരൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും, ഇവിടെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും? കുറേ ആൾക്കാരും കുറേ ജീവജാലങ്ങളും കുറേ ആൾക്കാരും എന്ത് ചെയ്യും? ഇവിടുന്ന് പോകും. അപ്പോൾ ഇതെന്തിനു കാരണമാവും, എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നൊക്കെ ഇതെന്തെങ്കിലും സോഷ്യോളജിയിലാണ് പഠിക്കുക. പിന്നെ ഇതിലൂടെ എന്ത് ചെയ്യും? കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷന് സഹായിക്കുന്നു. ബോട്ടം അപ്പ്, താഴെ തട്ടിലുള്ള ആൾക്കാരെ മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ എന്ത് സഹായിക്കുന്നു? സോഷ്യോളജി സഹായിക്കുന്നു. ഇപ്പോൾ അർബൺ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ എന്ത് ചെയ്യും? ഹെൽത്ത് ഇഷ്യൂസ്, ഒരു പ്രദേശത്ത് ഡെവലപ്മെൻറ്റ് വരുന്ന സമയത്ത് ആ പ്രദേശത്തുണ്ടാവുന്ന ആളുകളുടെ മാനസികാവസ്ഥ, അവരുടെ ജീവിത രീതികൾ, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ്സ് ചെയ്യാൻ ഇതിലൂടെ കഴിയുന്നു എന്നതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.